ഡിഗ്രിക്ക് ശേഷം PG പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നായാലോ? ജോയിൻ Prepwise UG+, Kerala's No.1 PG എൻട്രൻസ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. CUET PG, IIT JAM, TISSNET, CMAT കോച്ചിംഗ് പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. Good evening all, I am Riya Fatima. ടാർഗറ്റ് TISSNET 2023 വേണ്ടിയിട്ടുള്ള സീരീസിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. സോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ പറയാനുള്ളത്, നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ കൂടുതൽ എക്സാം റിലേറ്റഡ് കോണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് UG+ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് സോ യു വിൽ ഗെറ്റ് നോട്ടിഫിക്കേഷൻ ഓൺ ടൈം. സോ വിൽ മൂവ് ഇൻ ടു ദ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ 2019 TISSNET 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പാർട്ടിൽ. സോ നമുക്കറിയാം TISSNETൽ കൂടുതൽ എറർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു എറർ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ വിച്ച് ഓഫ് ദ അണ്ടർലൈൻ പാർട്സ് ഹാസ് ആൻ എറർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്റൻസ് വായിക്കാം. തുലിക കുഡ് ഈസിലി ഡിസീവ് ഹെർ ക്രെഡുലസ് പാരൻസ്. സോ അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എയിൽ ഓപ്ഷൻ എയിൽ തുലിക കുഡ്, ഓപ്ഷൻ ബിയിൽ ഈസിലി ഡിസീവ്, ഓപ്ഷൻ സിയിൽ ക്രെഡുലസ് പാരൻസ്. ഇതിൽ ഏതാണ് എറർ ഉള്ളത്, അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയിൽ നോ എറർ. നിങ്ങൾക്ക് ഏതാണ് എറർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് ആദ്യം നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം, എങ്ങനെയാണ് നമുക്ക് തോന്നുന്നുണ്ടോ നോക്കാം. ആക്ച്വലി ഇത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് ഇതിൽ ചില മീനിങ്സ് ഒക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, നമുക്ക് ഇത് സെൻസ് തരുന്നുണ്ടോ മീനിങ് എന്നൊക്കെ നോക്കാൻ. അപ്പോൾ ഡിസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റിക്കുക, വഞ്ചിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പം ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഏതൊരു പ്രത്യേക എവിഡൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കുന്നതിനാണ് പറയുന്നത്. അപ്പം ഈ ഒരു സെന്റൻസിൽ എന്താ പറയുക, തുലിക ക്യാൻ എന്താ പറയുക, നമ്മൾ അവരുടെ പാരൻസ് ഭയങ്കര ക്രെഡുലസ് ആണ്. സോ ഷി ക്യാൻ ഈസിലി ഡിസീവ് എന്നാണ്. അപ്പം ഈ ഒരു സെന്റൻസ് ആക്ച്വലി സെൻസ് കൊണ്ടുവരുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് ദർ ഇസ് നോ എറർ. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The charges against the police made by the local residents are serious, ranging from indifference to dash. അപ്പോൾ ഇതിൽ പറയുന്നത് പോലീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചാർജസ് ലോക്കൽ റെസിഡൻസ് പറയുന്നത് ഏതൊക്കെ ഇതിലാണ്. ഒന്ന് ഇൻഡിഫറൻസ് പറയുന്നുണ്ട്, മറ്റെന്താണ് അവർ പറഞ്ഞ ചാർജസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആക്ച്വേഷൻ, ഓപ്ഷൻ ബി ഇനീസിയേഷൻ, ഓപ്ഷൻ സി എൻകറേജ്മെന്റ്, ഓപ്ഷൻ ഡി ഇൻസ്റ്റിഗേഷൻ. സോ നമുക്ക് ആദ്യം ഓരോന്നിനും മീനിങ് അറിയണമല്ലോ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു മെഷീൻ അല്ലെങ്കിൽ ഡിവൈസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാണ് പറയാം. ഇനീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് പറയാം. എൻകറേജ്മെന്റ് നമുക്കറിയാം, ഒരാൾ നമ്മൾ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, അവരെ കോൺഫിഡൻസ്, അവരെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇൻസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊവോക്ക് ചെയ്യുക, എന്തെങ്കിലും അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അപ്പം ഇവിടെ നമ്മൾ ആദ്യത്തെ മൂന്നെണ്ണം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ടേം ആണ്, പക്ഷെ നമുക്ക് സെന്റൻസ് അറിയാം നമ്മൾ എന്താണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന്. സോ ദ ആൻസർ ഇസ് ഇൻസ്റ്റിഗേഷൻ. ഇൻസ്റ്റിഗേഷൻ നമുക്കറിയാം, റയോട്ട്സ് ഇൻസ്റ്റിഗേറ്റ് ചെയ്തെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം ഇതിന്റെ കറക്റ്റ് ആൻസർ ഇൻസ്റ്റിഗേഷൻ ആണ്. The charges against the police made by local residents are serious, ranging from indifference to instigation. So next question. At this time of the year, it is noticeable that the dash is getting dash by the day. Above options, option A weather bad, option B weather worse, option C weather worst, option D none of the above. അപ്പം സെന്റൻസിൽ ഈ ഒരു ടൈമിൽ ഈ ഒരു ഇയറിൽ എന്തോ ഒരു ഡേ ബൈ ഡേയിൽ ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത് എന്താണ്? ഓപ്ഷനിൽ വെദർ എന്ന് കാണിക്കുന്നുണ്ട്, ആക്ച്വലി അത് ആപ്റ്റ് ആണ്. സോ നമുക്ക് വെദർ ആണ് ഫസ്റ്റ് ബ്ലാങ്കിൽ കറക്റ്റ് നമുക്ക് ആപ്റ്റ് ആണെന്ന് പറയാം. സെക്കൻഡിൽ എന്തായിരിക്കും? ബാഡ് ആവോ, വേഴ്സ് ആവോ, വേഴ്സ്റ്റ് ആവോ? ബാഡ് ഇസ് ആക്ച്വലി ഇസ് നോട്ട് ആപ്റ്റ്. പിന്നെ വേഴ്സും വേഴ്സ്റ്റിലായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. ഈ ബാഡിന്റെ എന്താ പറയാ,
ഈ ബാഡിന്റെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവ് ഫോംസ് ആണ് വേഴ്സും വേഴ്സ്റ്റും. ഈ വേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളെ നമ്മൾ ഡിഫറൻസ് പറയാൻ കമ്പയർ ചെയ്യുന്ന രീതിയിലാണ് പറയാം. വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ചെയ്യാണ്. ദിസ് ഇസ് ദ വേഴ്സ്റ്റ് പ്ലേസ് ഐ ഹാവ് എവർ ബീൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോയതിൽ ഏറ്റവും അത് സ്റ്റേറ്റ് ചെയ്യാണ്. പക്ഷെ വേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കമ്പയറിങ് ആണ്. അപ്പം ഈ ഒരു സെന്റൻസിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അതായത് at this time of the year it is noticeable that the weather is getting worse by the day. അപ്പം അതാണ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ഒരു ആന്റോണിം കണ്ടുപിടിക്കാനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ആന്റോണിം ഓഫ് സൂത്ത്? ആന്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ്. അപ്പം സൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ ആന്റോണിം എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഓപ്ഷൻ എ ഇൻഫ്ലെയിം, ഓപ്ഷൻ ബി കാം, ഓപ്ഷൻ സി കംഫർട്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. സൂത്ത് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സൂത്തിങ് ജെൽ അല്ലെങ്കിൽ ചില ക്രീമിന്റെ പ്രോപ്പർട്ടി സൂത്ത് എന്നൊക്കെ പറയാം. അപ്പൊ അതായത് ഒരു കാം ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്വാളിറ്റിയാണ്. അപ്പം സിനോണിം ആണെങ്കിൽ നമുക്ക് പറയാം കാം ആണെന്ന്. പക്ഷെ ഇതിൽ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഏതായിരിക്കും ആൻസർ? സോ നമുക്ക് വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് പറയാം ഓപ്ഷൻ എ ഇൻഫ്ലെയിം എന്നാണെന്ന്. ഇൻഫ്ലെയിം എന്ന് പറഞ്ഞാൽ സ്വെല്ലിംഗ്, റെഡ്നെസ് അങ്ങനെ രീതിയിലും പറയാം. അപ്പൊ അത് ഓപ്പോസിറ്റ് ആണ് സൂത്തിൻ്റെത്. സോ next question. The idea that my homeland has an obesity problem is difficult for me to digest. India, after all, is dash for its high malnutrition rates, higher than even sub-Saharan Africa. But lately, it's also a place where obesity has dashed into a national crisis. സോ ഇതിൽ പറയുന്നത് ഹോംലാൻഡിൽ ഒബീസിറ്റി പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഈ സെന്റൻസ് പറയുന്നത്. ഇന്ത്യ എന്തിനാണ് ഹൈ മാൽന്യൂട്രീഷൻ റേറ്റ്സിലുണ്ട്, അതായത് സബ് സഹാറൻ ആഫ്രിക്കനേക്കാളും കൂടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേറ്റ് ഫോർ ഇസ് ഹൈ മാൽന്യൂട്രീഷൻ റേറ്റ്സ് എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എയിൽ പറയുന്ന നൊട്ടോറിയസ് സ്കൈ റോക്കറ്റ് എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ബിയിൽ ഗ്രേറ്റ് കം, ഓപ്ഷൻ സിയിൽ നൊട്ടോറിയസ് കം, പിന്നെ നൺ ഓഫ് ദ അബവ്. അപ്പൊ നമുക്ക് ബി നോക്കുകയാണെങ്കിൽ ഇന്ത്യ ആഫ്റ്റർ ഓൾ ഇസ് ഗ്രേറ്റ് ഫോർ ഇസ് ഹൈ മാൽന്യൂട്രീഷൻ റേറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് അത്ര ഒരു നല്ല കാര്യമായിട്ടല്ലല്ലോ പറയുന്നത്. അപ്പൊ ഇതിന്റെ ആ ഒരു ബ്ലാങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളത് നൊട്ടോറിയസ് ആണ്. നൊട്ടോറിയസ് എന്ന് പറഞ്ഞാല് നമ്മള് ബാഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു പോപ്പുലാരിറ്റി ഉള്ളതാണ്. അപ്പം ഇന്ത്യ ആഫ്റ്റർ ഓൾ ഇസ് നൊട്ടോറിയസ് ഫോർ ഇസ് ഹൈ മാൽന്യൂട്രീഷൻ റേറ്റ്സ് ഹയർ ദാൻ ഈവൻ സബ് സഹാറൻ ആഫ്രിക്ക. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബട്ട് ലേറ്റ്ലി ഇറ്റ്സ് ഓൾസോ എ പ്ലേസ് വേർ ഒബീസിറ്റി ഹാസ് ഡാഷ് ഇൻ ടു എ നാഷണൽ ക്രൈസിസ്. അപ്പോൾ ഈ ഒബീസിറ്റി ഒരു നാഷണൽ ക്രൈസിസ് ആവണമെങ്കിൽ എന്താവണം ആക്ച്വലി? അത് സ്കൈ റോക്കറ്റഡ് ആണോ? അതായത് അത്രയും ഇൻക്രീസ് ആയാലല്ലേ അതൊരു നാഷണൽ ക്രൈസിസ് ആവുക. അപ്പോൾ ഇതിൽ കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, നൊട്ടോറിയസും സ്കൈ റോക്കറ്റഡും. സെന്റൻസ് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോ ഓപ്ഷൻസ് നോക്കുക, കറക്റ്റ് ഏതായിരിക്കും, ആ കോണ്ടെക്സ്റ്റിന് ഏറ്റവും കൂടുതൽ മാച്ച് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഈസി ആയിട്ടുള്ളതാണ്. ഇതിൽ ഓപ്ഷൻ എ സ്റ്റാറ്റ്യൂട്ട്, ഓപ്ഷൻ ബി ആക്ട്, ഓപ്ഷൻ സി ഓർഡിനൻസ് ആൻഡ് ഓപ്ഷൻ ഡി ലോയർ. ഇതിൽ ഏതായിരിക്കും? ഇത് മൂന്ന് നമുക്കറിയാം ഒരു ലീഗലി ബന്ധപ്പെട്ടത് തന്നെയാണ്. അതിൽ സ്റ്റാറ്റ്യൂട്ടും ആക്റ്റും ഓർഡിനൻസ് എന്നൊക്കെ പറഞ്ഞാൽ ലോ അല്ലെങ്കിൽ ഓർഡർ റിലേറ്റഡ് ആണ്. ലോയർ ഇസ് ആക്ച്വലി എ പേഴ്സൺ. ഓക്കെ, ലീഗൽ ബന്ധപ്പെട്ട ഒരു പേഴ്സൺ ആണ് നമുക്കറിയാം ലോയറിന്. അപ്പം ഇതിലെ ഓഡ് വൺ ഔട്ട് ഏതാണ്? നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം ഓപ്ഷൻ ഡി ആണെന്ന്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് സിനോണിം ഓഫ് പെഡസ്ട്രിയൻ ഇസ് ഓപ്ഷൻ എ എക്സൈറ്റിംഗ്, ഓപ്ഷൻ ബി ഇൻസ്പയർഡ്, നെക്സ്റ്റ് ഓപ്ഷൻ സി ഓർഡിനറി ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. ഏതായിരിക്കും? പെഡസ്ട്രിയൻ നമുക്ക് സാധാരണ പറയാം, നമ്മളിങ്ങനെ റോഡിലൂടെ നടക്കുന്ന ആളുകളെ പെഡസ്ട്രിയൻ എന്ന് പറയാം. ഇതിൽ ആക്ച്വലി പെഡസ്ട്രിയൻ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ വളരെ നോർമൽ, വലിയ എക്സൈറ്റിംഗ് ഒന്നും അല്ലാത്ത അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഇതിനാണെന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ഓർഡിനറി ആണ് സിനോണിം. ഇത് പെഡസ്ട്രിയന്റെ സിനോണിം. ഓക്കെ, നെക്സ്റ്റ് സെയിം ഒരു സിനോണിം ക്വസ്റ്റ്യൻ. അൺകാനിയുടെ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ കാനി, ഓപ്ഷൻ ബി ഓർഡിനറി, ഓപ്ഷൻ സി എക്സ്ട്രാ ഓർഡിനറി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. എന്താണ് ഈ അൺകാനി എന്ന് പറഞ്ഞാൽ? വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ളത് എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പം അൺകാനിയുടെ ഏതായിരിക്കും? ഈ ഒരു മീനിങ് മനസ്സിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഏതാണ്?
ഓപ്ഷൻ സി ആയിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Jatin could not catch the bus because by the time he dashed the bus stand, the bus dash. അപ്പം ഇവിടെ എന്താന്ന് പറയുന്നത്, ജതിന് ബസ് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതിലൊരു സെന്റൻസ് നമുക്ക് ബ്ലാങ്ക് ഇല്ലാതെ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്ന വെച്ചാൽ ബസ് സ്റ്റാൻഡിൽ പോയപ്പോഴേക്കും ബസ് പോയി എന്നുള്ളൊരു അർത്ഥമാണ്. നമ്മൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ലീവ്, ഹാഡ് ലെഫ്റ്റ്. ഓപ്ഷൻ ബി റീച്ച്, ഹാഡ് ലെഫ്റ്റ്. ഓപ്ഷൻ സി റീച്ച്, ലെഫ്റ്റ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. അപ്പൊ ഇതില് കൂടുതൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഇതിൽ പറയുന്നത്. അതിലെന്ന് വെച്ചാൽ ഒരു ഇവന്റ് പാസ്റ്റിൽ ഇവന്റ്സ് പറയുമ്പോൾ ഒന്ന് പറയുമ്പോൾ മറ്റേതും ഓൾറെഡി പാസ്റ്റിൽ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് ഇതിലിപ്പോ എന്താ, ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്കും ബസ് പോയിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതായിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ്ലി കറക്റ്റ് ആവുക? ബൈ ദ ജതിൻ കുഡ് നോട്ട് ക്യാച്ച് ദ ബസ് ബിക്കോസ് ബൈ ദ ടൈം ഹി ലീവ് ദ ബസ് സ്റ്റാൻഡ്, ആക്ച്വലി നോ. അപ്പം നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയാൽ മനസ്സിലാവും ആപ്റ്റ് ആയിട്ടുള്ളത്. Jatin could not catch the bus because by the time he reached the bus stand, the bus had left. അപ്പം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, ആന്റണിം ഓഫ് ഫ്രസ്ട്രേറ്റഡ്. ഫ്രസ്ട്രേറ്റഡ് എന്ന വേർഡ് അറിയാം നമുക്ക്, വളരെ ഇറിറ്റേറ്റിംഗ് അല്ലെങ്കിൽ അനോയിങ് അല്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്. അപ്പൊ ഈ ഫ്രസ്ട്രേറ്റഡിന്റെ ഏതായിരിക്കും ആന്റണിം, അതായത് ഓപ്പോസിറ്റഡ് ആയിട്ടുള്ളത് ഏതായിരിക്കും? ഓപ്ഷൻ എ ഗ്രാറ്റിഫൈഡ് ആണോ? ഓപ്ഷൻ ബി അൺഹാപ്പി ആണോ? ഓപ്ഷൻ സി ഓർഡിനറി ആണോ? അതോ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ് ആണോ? നമുക്ക് അറിയാം ഏതായാലും അൺഹാപ്പി അല്ല, ഓർഡിനറി അല്ല. അപ്പൊ ഗ്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞ ഒരു ഫീലിംഗ് ഓഫ് പ്ലഷർ അല്ലെ ഹാപ്പിനെസിന്റെ മീനിങ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താന്ന് വെച്ചാൽ ഓപ്ഷൻ എ ഗ്രാറ്റിഫൈഡ്. സോ ആന്റണിം ഓഫ് ഫ്രസ്ട്രേറ്റഡ് ഇസ് ഗ്രാറ്റിഫൈഡ്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ ടിസ്നെറ്റിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് മുന്നേയും ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. യു ഹാവ് ടു കീപ് പ്രാക്ടീസിങ്, സോ യു വിൽ ബി ഏബിൾ ടു ക്രാക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് Prepwise UG+ കേരള നമുക്കറിയാം No.1 കോച്ചിങ് ഫോർ CUET PG, IIT JAM, TISSNET, CMAT. സോ നിങ്ങൾക്ക് ഇതിൽ ഗൈഡൻസോ അതിൽ പാക്കേജസിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്കും ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലിങ്ക് കയറി രജിസ്റ്റർ ചെയ്താൽ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും. സോ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ കൂടെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഗൈഡൻസ് വേണമെങ്കിൽ കോൺടാക്റ്റും ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കീപ് പ്രാക്ടീസിങ്. ബൈ. ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു UG+. അപ്പം ടാർഗറ്റ് ടിസ്നെറ്റ് 2023 ഭാഗമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ടിസ്നെറ്റ് 2019 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഐ തിങ്ക് വി ക്യാൻ, ഐ ഹോപ്പ് യു ഓൾ ആർ റെഡി. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, oil prices continue to dash in 2018 amid weaker global demand and increased output in the United States so that supply exceeded consumer demand. This is the dash price in 2018 so far. അപ്പം ഇതിൽ ഏതായിരിക്കും? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. പ്ലമ്മറ്റ് ഹയസ്റ്റ് ആണോ, പ്ലമ്മറ്റ് ലോവർ ആണോ, അതോ പ്ലമ്മറ്റ് ലോവസ്റ്റ് ആണോ, അതോ നൺ ഓഫ് ദ എബവ് ആണോ? അപ്പൊ ഇതിലറിയാം ഓയിൽ പ്രൈസസിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ പ്ലമ്മറ്റ് എന്ന് പറഞ്ഞ വേർഡാണ് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ പ്ലമ്മറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാല്യൂ ഭയങ്കര സഡൻലി അല്ലെങ്കിൽ ക്വിക്ലി കുറയുന്ന അല്ലെങ്കിൽ ഒരു മാറ്റം വരുന്നതിനാണ് പ്ലമ്മറ്റ്. അപ്പം ഒരു ഡിക്രീസ് ചെയ്യുന്നതിനാണ് പറയാം. അപ്പം ഇതിൻ്റെത് ഓയിൽ പ്രൈസസ് കണ്ടിന്യൂ ടു ഡിക്രീസ് അല്ലെങ്കിൽ പ്ലമ്മറ്റ് ഇൻ 2018 എന്നൊരു മീനിങ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ് നമുക്ക് ഫിൽ ചെയ്യേണ്ടത്. എന്താണ്? amid weaker global demand and increased output in the United States so that supply exceeded consumer demand. This is the dash price in 2018 so far. അപ്പം അത് ഉദ്ദേശിക്കുന്നത് ഒരു മീനിങ് എന്നാണ് ഏറ്റവും കുറവ് പ്രൈസ് ആണ് 2018 അപ്പൊ ഏതായിരിക്കും ഉണ്ടാവുക? ഇതിൽ പ്ലമ്മറ്റുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഹയസ്റ്റ് ആണോ, ലോവർ ആണോ, ലോവസ്റ്റ് ആണോ? നമുക്ക് ഓൾറെഡി അറിയാം ഓയിൽ പ്രൈസസ് പ്ലമ്മറ്റ് എന്ന് പറഞ്ഞ മീനിങ് എന്നാൽ ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്ന രീതിയിൽ. അപ്പം ഇവിടെ ലോവർ അല്ലെങ്കിൽ ലോവസ്റ്റ് ആയിരിക്കും വരിക.
ലോന്റെ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഫോംസ് ഒക്കെയാണ് ഈ ലോവർ ലോവസ്റ്റ്. അപ്പൊ ദിസ് ഇസ് ദ ലോവർ പ്രൈസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ലോവർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കമ്പയറിംഗ് ആണ് രണ്ട് കാര്യങ്ങളിലായിട്ടും. ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാണ്, പക്ഷെ അത് സ്റ്റേറ്റ് ചെയ്യാണ്, അതായത് ഇത് ഏറ്റവും ലോവസ്റ്റ് ആണെന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ദിസ് ഈസ് ദ ലോവസ്റ്റ് പ്രൈസ് ഇൻ 2018 സോ ഫാർ. സോ ഓപ്ഷൻ സി ആണ് ഇതിലെ ആൻസർ. ഇതിൽ എറർ കണ്ടുപിടിക്കാനാണ്. വിച്ച് പാർട്ട് ഹാസ് ദ എറർ? ഹൗ മെനി കപ്സ് ഓഫ് ടീ ഷീ ഡ്രിങ്ക്സ് എവറി ഡേ. ഇതിൽ എന്ത് എറർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഹൗ മെനി ആണോ, കപ്സ് ഓഫ് ടീ ആണോ, ഷീ ഡ്രിങ്ക്സ് ആണോ, അതോ എവറി ഡേ എന്നാണോ? ഇതില് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഒരു ഇന്ററഗേറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ. അപ്പം ഇതിൽ ആൻസർ ആക്ച്വലി സി ആണ്. എന്താണ് ഇവിടെ വരേണ്ടത്? ഡസ് എന്ന ഡസ് ഷീ ഡ്രിങ്ക് എന്നാണ് വരിക. നമുക്കറിയാം ഷീ ഹി ഇറ്റ് എന്നുള്ള സിംഗുലറിലൊക്കെ വരുമ്പോൾ ഡസ് ആണ് വരിക എന്നറിയാം. അപ്പം ഹൗ മെനി കപ്സ് ഓഫ് ടീ ഡസ് ഷീ ഡ്രിങ്ക് എവറി ഡേ എന്നാണ് ആൻസർ. അപ്പം ഏതാണ് എറർ? ഓപ്ഷൻ സി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സെക്ഷൻ ഓഫ് ഡുവൽ ഡാഷ് ഫോമിംഗ് പാർട്ട് ഓഫ് ദ ഔട്ടർ റിംഗ് റോഡ് വാസ് ക്ലോസ് ഡ്യൂ ടു ഡാഷ്. അപ്പം ഇതിൽ ഒരു ഓപ്ഷൻ എയിൽ പറയുന്നത് കാരേജ് വേ ഓൾട്ടറേഷൻസ്, ഓപ്ഷൻ ബി കോൺട്രിബ്യൂഷൻ ഓൾട്ടറേഷൻ, ഓപ്ഷൻ സി കാരേജ് വേ ഓൾട്ടറിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. ഇതിൽ ഏതായിരിക്കും? അപ്പോ കാരേജ് വേ ഒരു കോമൺ ആയിട്ട് വരുന്നുണ്ട്, നമുക്ക് മനസ്സിലായി. എന്താണ് ഈ കാരേജ് വേ? അപ്പൊ ഇതൊരു മോട്ടോർ വേ, അതായത് ഒരു ഹൈവേ പോലത്തെയുള്ള നമുക്കറിയാം രണ്ട് സെക്ഷൻ ഒക്കെ ഉണ്ടല്ലോ വണ്ടി പോകുന്നത്. അപ്പൊ അതിനെയാണ് കാരേജ് വേ എന്ന് പറഞ്ഞത്, ഒരു ഹൈവേ പോലത്തെ. അപ്പം ഇവിടെ എ സെക്ഷൻ ഓഫ് ഡുവൽ കാരേജ് വേ ഫോമിംഗ് പാർട്ട് ഓഫ് ദ ഔട്ടർ റിംഗ് റോഡ് വാസ് ക്ലോസ്ഡ്. അത് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് കാരണം? ഡ്യൂ ടു ഒരു ചേഞ്ച് ഉണ്ടായിട്ടാണല്ലോ. അപ്പൊ അത് ആൾട്ടറേഷൻസ് ആണോ അതോ ഓൾട്ടറിങ് ആണോ? എ സിയിൽ ഏതായിരിക്കും ഉണ്ടാവുക? നമ്മൾ ഓൾട്ടറിങ് വെച്ചിട്ട് എൻഡ് ചെയ്യുമ്പോൾ ഡസൻറ്റ് മേക്ക് എനി സെൻസ്. സോ വാട്ട് ഈസ് ആൻസർ? ഓൾട്ടറേഷൻസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ ആയ എ ആണ് ഇതിലെ ആൻസർ. കാരേജ് വേയും ഓൾട്ടറേഷൻസും. നെക്സ്റ്റ്, റീഡ് ഈച്ച് സെന്റൻസ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ഇസ് എനി ഗ്രമാറ്റിക്കൽ എറർ ഇൻ ഇറ്റ്. എറർ കണ്ടുപിടിക്കാനാണ്. എറർ ഇഫ് എനി വിൽ ബി ഇൻ വൺ പാർട്ട് ഓഫ് ദ സെന്റൻസ്. മാർക്ക് ദ നമ്പർ ഓഫ് ദാറ്റ് പാർട്ട് ആസ് യുവർ ആൻസർ. രാജു ഹാവ് വൺ എ പ്രൈസ് ഓഫ് $2 million which has to be shared with all his team members. ഇതിൽ ഏത് പാർട്ടാണ്? ഫസ്റ്റ് പാർട്ടാണോ, അതായത് രാജു ഹാവ് വൺ എ പ്രൈസ് ഓഫ് ആണോ, അല്ലെങ്കിൽ $2 million വിച്ച് ആണോ, അതോ ഹാസ് ടു ബി ഷെയർഡ് ആണോ, അതോ വിത്ത് ഓൾ ഹിസ് ടീം മെമ്പേഴ്സ് ആണോ? നിങ്ങൾക്ക് ഏതാണ് തോന്നുന്നത്? ഇതിൽ ഏതാണ് ആൻസർ എന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ്. അതായത് രാജു ഹാവ് വൺ എ പ്രൈസ് ഓഫ്. എന്താണ് അതിന് പകരം വരേണ്ടത്? ഹാസ് ആണ്. അതായത് നമുക്കറിയാം സിംഗുലർ സബ്ജക്റ്റിന് കൂടെ ഹാസ് ആണ് വരിക, പ്ലൂറലിന്റെ കൂടെ ഹാവും. അപ്പം രാജു ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്, അപ്പൊ അവിടെ എന്താണ് വരേണ്ടത്? ഹാസ് ആണ് വരേണ്ടത്. അപ്പം ഓപ്ഷൻ എ. നെക്സ്റ്റ്, read each sentence to find out whether there is any grammatical error in it. The error, if any, will be in one part of the sentence. Mark the number of that part as your answer. I do not understand about how the payment was made without the manager's permission. അപ്പോൾ ഇതിൽ ഏത് പാർട്ടാണ്? ഫസ്റ്റ് പാർട്ടാണോ, സെക്കൻഡ് പാർട്ടാണോ, തേർഡ് പാർട്ടാണോ, അതോ ഫോർത്ത് പാർട്ടാണോ എന്ന് തോന്നുന്നു? നിങ്ങൾക്ക് ഏത് തോന്നുന്നു? നിങ്ങൾക്ക് ഇതിൽ സെൻസ് തരുന്നത്, അതായത് മീനിങ് ഒരു കംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നത് ഇതിൽ ഏത് എറർ ഒഴിവാക്കിയാലായിരിക്കും ഇത് സെൻസ് തരുന്നത്? നമുക്ക് നോക്കാം. അപ്പൊ ഇതിലെ ആൻസർ എന്താന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്. എബൌട്ട് ഹൗ ദ പേയ്മെന്റ്. ഇതിൽ എന്താണ് എറർ? എബൌട്ട്. ഈ എബൌട്ട് എന്ന വേർഡ് അൺനെസസറി ആണ് ഇവിടെ, അല്ലാതെ തന്നെ മീനിങ് തരുന്നുണ്ട്. അപ്പൊ എന്താണ്? ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ പേയ്മെന്റ് വാസ് മെയ്ഡ് വിത്തൗട്ട് ദ മാനേജേഴ്സ് പെർമിഷൻ. അപ്പം ഈ ഒരു സെന്റൻസ് ഇങ്ങനെ എബൌട്ട് ഒഴിവാക്കിയപ്പം കിട്ടുന്നുണ്ട്. അപ്പം എന്താണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള ആണ് ഇതിന്റെ എറർ പാർട്ട്. അടുത്തത് വെച്ചാൽ ദ റോഡ് ഡാഷ് ഇൻവോൾവിംഗ് 2 vehicles വാസ് ഡാഷ് ബൈ എ സ്ട്രേ ഡോഗ്. അപ്പോൾ എന്താണ്? നമുക്ക് ഫസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ആക്സിഡന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ദ റോഡ് ആക്സിഡന്റ് അത് സ്യൂട്ടബിൾ ആണല്ലോ. അപ്പം ദ റോഡ് ആക്സിഡന്റ് ഇൻവോൾവിംഗ് 2 vehicles വാസ് ഡാഷ് ബൈ എ സ്ട്രേ ഡോഗ്. ഇതിന് ഇനി എന്തൊക്കെയാ ഉള്ളത്? ഡൺ ഉണ്ട്, കോസ്ഡ് ഉണ്ട്, കോസ് ഉണ്ട്. ഇതിൽ ഏതായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ഡൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക എന്നാണ്. അത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒട്ടും മാച്ച് അല്ല. പിന്നെ
ഡൗട്ട് ഉണ്ടാവുക കോസും കോസ്ഡും ആണ്. അപ്പം അതായത് ഇത് സ്ട്രേ ഡോഗിന്റെ ഒരു കാരണമാണല്ലോ. അപ്പം ഇതിൽ ഏതായിരിക്കും തോന്നുന്നത്? ആക്ച്വലി ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്. കാരണം കോസിന്റെ പാസ്റ്റ് ഫോം ആണ് കോസ്ഡ്. അപ്പൊ ഇതൊരു പാസ്റ്റ് ഇവന്റ് ആണല്ലോ. അപ്പൊ എന്താണ് വരേണ്ടത്? ആക്സിഡന്റും കോസ്ഡും ആണ് ഇതിന്റെ ആൻസർ. വീണ്ടും ഒരു ഇൻകറക്റ്റ് പാർട്ട് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. പീപ്പിൾ ആർ വെഞ്ചറിങ് ഇൻ ടു ഹൈഡ്രോപോണിക്സ് ടു പ്രൊവൈഡ് ആൻ ഓപ്ഷൻ ഫോർ ദ അർബൻ പോപ്പുലസ്. അപ്പം ഇതിൽ പീപ്പിൾ ആരാണോ അതോ വെഞ്ചറിങ് ആണോ അർബൻ പോപ്പുലസ് ആണോ ഇൻകറക്റ്റ് പാർട്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം അത് ഇതിൽ മീനിങ് എന്താ? പീപ്പിൾ ഹൈഡ്രോപോണിക്സിലേക്ക് കടന്നു ചെല്ലുന്നു. ഹൈഡ്രോപോണിക്സ് പറഞ്ഞാൽ ഒരു കൾട്ടിവേഷൻ, അഗ്രികൾച്ചർ വിത്തൗട്ട് സോയിൽ. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ട്? അർബൻ പോപ്പുലസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ച്വലി അഡ്ജക്റ്റീവ് ആണ്. അപ്പം ഈ ഒരു അഡ്ജക്റ്റീവ് നമ്മൾ പോപ്പുലസ് കൺട്രി എന്നൊക്കെ പറയും. പക്ഷെ ഈ ഒരു സെന്റൻസിൽ പോപ്പുലസിനേക്കാളും നല്ലത് എന്താണ്? ഈ ഒരു അഡ്ജക്റ്റീവ് അല്ല ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് പീപ്പിൾ ആർ വെഞ്ചറിങ് ഇൻ ടു ഹൈഡ്രോപോണിക്സ് ടു പ്രൊവൈഡ് ആൻ ഓപ്ഷൻ ഫോർ ദ അർബൻ പോപ്പുലേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഏതായിരിക്കും ഇതിൽ ഇൻകറക്റ്റ് പാർട്ട് എന്ന് നമുക്ക് തോന്നുന്നത്? അതായത് ഈ 3 നമ്പറുള്ള സി, ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ഇൻകറക്റ്റ് പാർട്ട്. ഫൈൻഡ് ദ ഇൻകറക്റ്റ് പാർട്ട്. ദർ ആർ 1 സ്പൂൺ ആൻഡ് 1 നൈഫ് ഇൻ മൈ ഹാൻഡ്. ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ആയ ദർ ആർ ആണോ, സ്പൂൺ ആണോ, അതോ ഇൻ മൈ ഹാൻഡ് ആണോ, അതോ നൺ ഓഫ് ദ എബവ് ആണോ? നമുക്കറിയാം ഇവിടെ റോങ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ 1 ആണ്. എന്താണ്? ഇവിടെ ഒരു സ്പൂണും ഒരു നൈഫും ആണ് കയ്യിലുള്ളത്. അപ്പം ഇവിടെ ദർ ഈസ് ആണ് സ്യൂട്ട് ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം സ്പൂൺസും നൈഫ്സും ഒക്കെ ആണെങ്കിൽ നമുക്ക് 6 ഒക്കെ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇതിൽ എന്താണ് ആപ്റ്റ് ആയിട്ടുള്ളത്? സിംഗുലർ ഫോം ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ദർ ഈസ് 1 സ്പൂൺ ആൻഡ് 1 നൈഫ് ഇൻ മൈ ഹാൻഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു സെന്റൻസ് വായിച്ചിട്ട് ഫിൽ ചെയ്യാനാണ് പറയുന്നത്. ടു ബിക്കം എ സക്സസ്ഫുൾ ടീച്ചർ വൺ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ റോൾ ഓഫ് ബോത്ത് ദ കരിക്കുലം ആൻഡ് ദ പെഡഗോജി. The school curriculum is about dash to teach the next generation. The decision about curriculum occurs logically prior to how to teach it. അപ്പോൾ ഇതിൽ പറയുന്നത് സക്സസ്ഫുൾ ടീച്ചർ ആവണമെങ്കിൽ നമുക്ക് കരിക്കുലം പെഡഗോജി ഒക്കെ മനസ്സിലാവണം എന്നൊക്കെ സെന്റൻസ് പറയുന്നുണ്ട്. ഇനി ഈ ഒരു ഗ്യാപ്പിൽ എന്തായിരിക്കും ഫില്ല് ചെയ്യുക? ഓപ്ഷൻസിൽ വിച്ച് ഉണ്ട്, വാട്ട് ഉണ്ട്, ദാറ്റ് ഉണ്ട്, നൺ ഓഫ് ദ എബവ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് മാച്ച് ആവുന്നു? ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം. School curriculum is about which to teach the next generation. School curriculum is about what to teach. School curriculum is about that to teach the next generation. ഒരു സ്പെസിഫിക് ഇൻഫോർമേഷൻ കൊടുക്കുന്നതിനാൽ ഓപ്ഷൻ ബി ആയ വാട്ട് ആണ് ഇവിടെ സ്യൂട്ടബിൾ. The school curriculum is about what to teach the next generation. The decision about curriculum occurs logically prior to how to teach it. അപ്പം ഓപ്ഷൻ ബി ആയ വാട്ട് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ടിസ്നെറ്റ് 2019 കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്തിട്ടുണ്ട്, ഇന്നലെയും കുറച്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾ യു ഹാവ് ടു കീപ് പ്രാക്ടീസിങ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സാംസ് ഒക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു നോക്കിയാലും അതുപോലെ തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താലും മാത്രമേ നമുക്ക് യൂസ്ഫുൾ ആവത്തുള്ളൂ. അപ്പം എല്ലാവരും കൂടുതൽ ഇതുപോലെ എക്സാം റിലേറ്റഡ് കോണ്ടന്റ്സ്, എൻട്രൻസ് എക്സാം റിലേറ്റഡ് കോണ്ടന്റ്സ് കിട്ടാൻ വേണ്ടി UG+ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് UG+ നമുക്കറിയാം Prepwise UG+ കേരളയുടെ No. 1 കോച്ചിങ് ഫോർ CUET PG, IIT JAM, TISSNET, CMAT എന്നിവ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗൈഡൻസും അതുപോലെ പാക്കേജസും അറിയണമെങ്കിൽ നമ്മുടെ ലിങ്കോ എല്ലാം, അതായത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ചാനലിൽ. അപ്പം നിങ്ങൾക്ക് കൊടുത്ത ലിങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് ആ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എന്ത് ഗൈഡൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് Prepwise UG+ പ്രൊവൈഡ് ചെയ്യുന്നതാവും. അപ്പം മേക്ക് യൂസ് ഓഫ് ദിസ് പ്ലാറ്റ്ഫോം. സോ ദാറ്റ്സ് ഇറ്റ്. കീപ് പ്രാക്ടീസിങ്. ബൈ. ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു UG+. നമ്മളിന്ന് ടാർഗറ്റ് ടിസ്നെറ്റ് 2023 ഭാഗമായിട്ട് ഈ ഒരു സീരീസിൽ നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് കൂടുതൽ നമ്മൾ പാസേജ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ റീഡ് ദ ഫോളോയിങ് പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ ഇറ്റ്. അപ്പം ഞാൻ പാസേജ് വായിക്കാം, നിങ്ങളും കൂടെ വായിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണേൽ പോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. Planning in India has essentially
been an effort to determine the overall direction of the economy by directing public investment accordingly. It was possible to conceive of outcomes on the basis of government spending between 1947 and 1985, when the public sector made up more than half the gross domestic product. Now that is neither possible nor desirable. The private sector accounts for three-fourths of the gross domestic product, reducing the role of public expenditure in meeting growth targets. Besides, decades of the government occupying the commanding heights of the economy merely resulted in low rates of growth and nearly two-fifths of the population living below the poverty line till 1991. How can planning contribute to today's economy? It should be reconceived as a think tank that works at maximizing outcomes from investments in social and physical infrastructure by identifying problems of governance. Outcomes in health and education are crucial to realize the potential of our billion plus population, while shortcomings in power and port handling facilities can hold up future growth. Were public-private partnership involve a number of government agencies, the Commission can work as a nodal body that takes a larger view of projects and ensures their smooth implementation. So next paragraph. Planners should aim at meeting growth targets by ensuring that markets function efficiently. They can advise the government on market-specific policies that address lack of access to information. They can identify sunrise areas in the next decade and promote research and innovation through public-private partnership. Similarly, planners should explore markets for products made by unskilled workers. The 11th plan aims at 9% inclusive growth by raising investment in infrastructure from 5% of GDP to 9%. Of the $475 billion investment needed for infrastructure, $130 to $140 billion is expected to come from the private sector. So public sector enterprises are expected to raise resources internally, with the plan proposing lower support for them. The plan has got its priorities right by reducing support for PSCs and increasing social sector allocation. Education is a big ticket item, with the Planning Commission earmarking Rs 2,75,289 crore for it alone, with a view to meeting the skills shortage. Sadly, health has not been given the same emphasis, but generally speaking, we are on the right track. അപ്പം ഇതാണ് പാരഗ്രാഫ് ഉള്ളത്, പാസേജ് ഉള്ളത്. അപ്പം നമ്മൾ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാം കുറെ പ്ലാനിങ് ഇന്ത്യനെ പറ്റിയിട്ടും പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമുക്ക് ഇങ്ങനത്തെ ഒരു പാസേജ് കിട്ടുമ്പോൾ ഒരു വട്ടം മാത്രം വായിക്കുമ്പോൾ നമുക്ക് എന്തായാലും കിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വിചാരിച്ചാൽ കണ്ടിന്യൂസ്ലി വായിക്കുക. നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കുക. എന്നിട്ട് നിങ്ങൾ പിന്നെ കീവേഡ്സ് തപ്പിയിട്ട് വീണ്ടും പാസേജിലേക്ക് പോവാം. അങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. Which of the following was or were the outcomes of the government controlling the economy? അപ്പോൾ ഇതിൽ ഏതാണ് ഗവൺമെന്റ് എക്കണോമി കൺട്രോൾ ചെയ്തപ്പോൾ ഉള്ള ഔട്ട്കംസ് ഏതൊക്കെയാണ് ചോദിച്ചത്? പബ്ലിക് എക്സ്പെൻഡിച്ചർ കുഡ് ഈസിലി മീറ്റ് ഗ്രോത്ത് ടാർഗറ്റ്സ് ആണോ? റേറ്റ്സ് ഓഫ് ഗ്രോത്ത് വർ മാർജിനൽ ആണോ? അല്ലെങ്കിൽ അബൌട്ട് 40% പീപ്പിൾ ഹാഡ് ടു ലീവ് ബിലോ ദ പോവർട്ടി ലൈൻ? ഓപ്ഷൻസിൽ കാണിക്കുന്ന ഓപ്ഷന് എ മാത്രമാണോ അതോ ഒൺലി ബി, ഒൺലി സി, ബോത്ത് ബി ആൻഡ് സി എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ഇതിൽ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ നമുക്കറിയാം, ബിസൈഡ്സ് ഡെക്കേഡ്സ് ഓഫ് ദ ഗവൺമെന്റ് ഒക്കുപ്പൈങ് ദ കമാൻഡിങ് ഹൈറ്റ്സ് ഓഫ് ദ എക്കണോമി, ഇവിടെ റിസൾട്ടഡ് ഇൻ വാട്ട് ലോ റേറ്റ്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് നിയർലി 2/5 ഓഫ് ദ പോപ്പുലേഷൻ living below the poverty line till 1991. സോ ഇതിൽ ആൻസർ ഉണ്ട്, ലോ റേറ്റ്സ് ഓഫ് ഗ്രോത്ത് ഉണ്ട്, അതുപോലെ പോവർട്ടി ലൈനെ പറ്റിയും പറയുന്നുണ്ട്. സോ ദ ആൻസർ ഇസ് ബി ആൻഡ് സി. അതായത് റേറ്റ്സ് ഓഫ് ഗ്രോത്ത് വർ മാർജിനൽ, about 40% people had to live below the poverty line. So these are the answers. Next,
What does the author expect the planners to do about the products manufactured by unskilled workers? എന്താണ് ഓതർ എക്സ്പെക്ട് ചെയ്യുന്നത് പ്ലാനേഴ്സ്, അതായത് അൺസ്കിൽഡ് വർക്കേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സ് വെച്ച് എന്ത് ചെയ്യാനാണ് വിചാരിക്കുന്നത്? ഓപ്ഷനിൽ ടു എക്സ്പ്ലോർ ദ മാർക്കറ്റ് ഫോർ ഇമ്പോർട്ടിംഗ് നെസസറി റോ മെറ്റീരിയൽ, ടു പ്രൊവൈഡ് അഡിക്വേറ്റ് ഫിനാൻസ് ടു അൺസ്കിൽഡ് വർക്കേഴ്സ്, ടു പ്രൊവൈഡ് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്, നൺ ഓഫ് ദീസ്. സോ ദ ക്വസ്റ്റ്യൻ എന്താണ്? അൺസ്കിൽഡ് വർക്കേഴ്സിന്റെ പ്രൊഡക്ട്സ് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് വിചാരിക്കുന്നതെന്നാണ് ചോദ്യം. നമുക്ക് പാസേജിലേക്ക് ഒന്ന് പോവാം. അപ്പൊ ഇതില് നമ്മൾ ഈ തേർഡ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്, പ്ലാനേഴ്സ് ഷുഡ് എക്സ്പ്ലോർ മാർക്കറ്റ്സ് മെയ്ഡ് ബൈ അൺസ്കിൽഡ് വർക്കേഴ്സ്. ഇങ്ങനെയുള്ള ആൻസർ ആണ്. പ്ലാനേഴ്സ് ഷുഡ് എക്സ്പ്ലോർ മാർക്കറ്റ്സ് ഫോർ പ്രൊഡക്ട്സ് മെയ്ഡ് ബൈ അൺസ്കിൽഡ് വർക്കേഴ്സ്. അത് ആക്ച്വലി കൊടുത്തിട്ടില്ല ഓപ്ഷൻസിൽ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇവിടെ അഡിക്വേറ്റ് ഫിനാൻസ് കൊടുക്കാനാണ് പറയുന്നത്. എക്സ്പ്ലോർ മാർക്കറ്റ്സിനെ പറ്റി ഇവിടെ പറയുന്നില്ല ഫോർ അൺസ്കിൽഡ് വർക്കേഴ്സ്. അപ്പം ആൻസർ ഓപ്ഷൻ ഡി ആയ നൺ ഓഫ് ദീസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അപ്രിഷിയേറ്റഡ് ബൈ ദ ഓതർ ഇൻ ദ 11th പ്ലാൻ. അപ്പൊ 11th പ്ലാനിനെ പറ്റിയിട്ട് ഓതർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ ഒരു ഫോളോയിങ്ങിൽ ഏതാണ് പറഞ്ഞതിൽ അപ്രിഷിയേറ്റ് ചെയ്തത്, അതായത് ഒന്ന് സപ്പോർട്ട് വല്ലാത്തത് ഏതിലായിരുന്നു? ഓപ്ഷൻ എ പറയുന്നത് എഡ്യൂക്കേഷൻ ഹാസ് ബീൻ ഗിവൺ അൺഡ്യൂ ഫേവർ, ദ ഏരിയ ഓഫ് ഹെൽത്ത് ഹാസ് ബീൻ ഗിവൺ എ സെക്കൻഡറി ട്രീറ്റ്മെന്റ്, reduction in support for public sector enterprises, increase in fund allocation to social sector. ഇതിൽ നമുക്ക് ഏതാണ് അപ്രീഷിയേറ്റ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് 11th പ്ലാനിനെ പറ്റി പറയുന്നത് നോക്കാം. ഇതിൽ പ്ലാനിനെ പറ്റി പറയുന്നുണ്ടല്ലോ, ദ പ്ലാൻ ഹാസ് ഗോട്ട് ഇറ്റ്സ് പ്രയോറിറ്റി റൈറ്റ് ബൈ റെഡ്യൂസിങ് സപ്പോർട്ട് ഫോർ PSCs ആൻഡ് ഇൻക്രീസിങ് സോഷ്യൽ സെക്ടർ അലോക്കേഷൻ. എഡ്യൂക്കേഷന് ബിഗ് ടിക്കറ്റ് ഐറ്റം, ഒരുപാട് ഫണ്ട്സ് കൊടുക്കുന്നുണ്ട് ടു മീറ്റ് ദ സ്കിൽസ് ഓഫ് ഷോർട്ടേജ്. സാഡ്ലി എന്താണ്? സാഡ്ലി ഹെൽത്ത് ഹാസ് നോട്ട് ബീൻ ഗീവൺ സെയിം എംഫസിസ്. അപ്പൊ ഹെൽത്തിന് എന്ത് ചെയ്തു? ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആണ് കൊടുത്തത്. അപ്പം സാഡ്ലി, അപ്പം ഓതറിന്റെ ഒരു അഭിപ്രായത്തിൽ അത് ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്പം ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് the area of health has been given a secondary treatment. Next, according to 11th plan, what percentage contribution is expected to come from private sector for investment in infrastructure? For percentage contribution, ഒരു approximate percentage contribution ആണ് ചോദിക്കുന്നത്. ഇതിൽ വേണ്ടത് $475 billion ആണ്, അതുപോലെ 130 to 140. അപ്പൊ നമുക്ക് ഇവിടെ 140 by 475 into 100 കൊടുത്താൽ 29 point something കിട്ടും, 47 അല്ലെങ്കിൽ 49 കിട്ടും. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഇതിൽ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇതിൽ ആൻസർ, കറക്റ്റ് ആൻസർ. അപ്പം നമുക്ക് ഓപ്ഷൻ ഡി ആയ 25.30 ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അടുത്തത് ഈ സെന്റൻസ് വായിച്ചിട്ട് നമ്മൾ എറർ കണ്ടുപിടിക്കാനാണ്. അതായത് ഏത് പാർട്ടിലാണ് എറർ ഉള്ളതെന്ന് പറയാം. The noise was so faintly that one had to strain one's ears to hear it. ഇതിൽ ഏതാണ് എറർ പാർട്ട്? The noise was ആണോ? So faintly that one had to strain one's ears to hear it. അപ്പൊ ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ റൈറ്റ് ആൻസർ ബി ആണ്. അപ്പം എന്താണ് എറർ? ഫെയിൻലി ഒരു അഡ്വേർബ് ആണ്. അപ്പൊ ഇവിടെ അഡ്ജക്റ്റീവ് ആണ് വേണ്ടത്. അപ്പൊ എന്താ വരേണ്ടത് വെച്ചാൽ ഫെയിൻഡ് ആണ്. ഫെയിൻഡ് ആണ് ഇവിടെ വരേണ്ടത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ബി. അപ്പം സെക്കൻഡ് പാർട്ടാണ് എറർ ഉള്ളത്. അടുത്തത് സെലക്ട് ദ വേർഡ് ഓർ ഫ്രേസ് ദാറ്റ് ഇസ് നിയറസ്റ്റ് ഇൻ മീനിങ് ഇൻ ദ വേർഡ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇതിൽ എക്സിഗ്വസ് എന്ന് പറഞ്ഞ വേർഡിന് മീനിങ്, നിയറസ്റ്റ് മീനിങ് ഏതാണ്? വെരി ഏർജന്റ് ആണോ, വെരി സ്മോൾ ആണോ, എക്സ്ട്രാവേജന്റ് ഓർ വെരി എക്സൈറ്റിംഗ്? ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന്? സോ എക്സിഗ്വസിന്റെ കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ മീനിങ് ക്ലോസർ ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആയ വെരി സ്മോൾ ആണ്. നെക്സ്റ്റ് മറ്റൊരു പാസേജ് ആണ്. ക്വസ്റ്റ്യൻസ് അതിന് ശേഷം നോക്കാം. ആദ്യം പാസേജ് വായിക്കാം. ദ കോർ പോളിസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ക്രിയേറ്റിംഗ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഇൻവോൾവ് കോംപ്ലിമെന്ററി ആക്ഷൻസ് ടു സ്റ്റിമുലേറ്റ് ഓവറോൾ ഗ്രോത്ത്.
stimulate overall growth, make markets work for poor people, and build their assets, including addressing deep-seated inequalities in the distribution of such endowments as education. Investment and technological innovation are the main drivers of growth in jobs and labor incomes. Fostering private investment requires reducing risk for private investors through stable fiscal and monetary policy, stable investment regimes, sound financial systems, and a clear and transparent business environment. But it also involves ensuring the rule of law and taking measures to fight corruption, tackling business environments based on kickbacks, subsidies for large investors, special deals, and favored monopolies. Special measures are frequently essential to ensure that micro enterprises and small businesses, which are often particularly vulnerable to bureaucratic harassment and the buying of privilege by the well connected, can participate effectively in markets. ഇതൊരു long passage ആണ്. Such measures include ensuring access to credit by promoting financial deepening and reducing the sources of market failure, lowering the transaction cost of reaching export markets by expanding access to internet technology, organizing export fairs, and providing training in modern business practices, and building feeder roads to reduce physical barriers. Creating a sound business environment for poor households and small firms may also involve deregulation and complementary institutional reform. For example, reducing restrictions on the informal sector, especially those affecting women, and tackling land tenure or registry inadequacies that discourage small investments. Private investment will have to be complemented by public investment to enhance competitiveness and create new market opportunities. Particularly important is complementary public investment in expanding infrastructure and communications and upgrading the skills of the labor force. So next, international markets offer a huge opportunity for job and income growth in agriculture, industry, and services. All countries that have had major reductions in income poverty have made use of international trade. But opening to trade can create losers as well as winners, and it will yield substantial benefits only when countries have the infrastructure and institutions to underpin a strong supply response. Thus, the opening needs to be well designed with special attention to country specifics and to institutional and other bottlenecks. The sequencing of policies should encourage job creation and manage job destruction. A more pro-poor liberalization is not necessarily a slower one. Moving fast can create more opportunities for the poor, and explicit policies should offset transitory costs for poor people, as the grants for small Mexican maize producers did in the wake of the North American Free Trade Agreement. The opening of the capital account has to be managed prudently in step with domestic financial sector development to reduce the risk of high volatility in capital flows. Long-term direct investment can bring positive externalities such as knowledge transfer, but short-term flows can bring negative externalities, particularly volatility. Policies need to address them separately. Creating human, physical, natural, and financial assets that poor people own or can use requires actions on three fronts. First, increase the focus of public spending on poor people in particular, expanding the supply of basic social and economic services and relaxing constraints on the demand side, through, for example, scholarships for poor children. Second, ensure good quality service delivery through institutional action involving sound governance and the use of markets and multiple agents. This can imply both reforming public delivery as in education or privatizing in a fashion that ensures expansion of services to poor people, as often makes sense in urban water and sanitation. Third, ensure the participation of poor communities and households in choosing and implementing services and monitoring them to keep providers accountable. This has been tried in projects in El Salvador, Tunisia, and Uganda. Programs to build the assets of poor people include broad-based expansion of schooling with parental and community involvement, stay-in-school programs such as those in Bangladesh, Brazil, Mexico, and Poland, nutrition programs,
mother and child health programs, vaccinations and other health interventions, and community-based schemes to protect water resources and other elements of the natural environment. So there are powerful complementarity between actions in different areas. Uh, because of close linkages between human and physical assets, for example, improving poor people's access to energy or transport can increase their access and returns to education. And improving the environment can have significant effects on poverty. This is well documented in terms of substantial gains in health from reduced air and water pollution, which have a major influence on some of the most important diseases of poor people, including diarrheal problems of children and respiratory infection. സോ ഇതൊരു ഭയങ്കര ലോങ് പാസേജ് ആണ്. അപ്പം ഈ ഒരു ഒറ്റ വായനയിലൊന്നും ഒരിക്കലും മനസ്സിലാവില്ല. അപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം നമുക്കിത് കണ്ടിന്യൂസ്ലി വായിച്ചിട്ട് നിങ്ങൾക്ക് വായിച്ചിട്ട് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഗിവൺ ബൈ ദ ഓഥർ ടു ജനറേറ്റ് ന്യൂ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി? ഓഥർ എന്ത് സൊല്യൂഷൻ ആണ് കൊടുത്തത് ന്യൂ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട്? ഓപ്ഷൻ എ, creating a sound business environment. Option B, rules and regulations, especially in the informal sector, should be eased. Option C, private investment will have to be accompanied by public investment. Option D, by overhauling the banking system. ന്യൂ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി ന്യൂ ഓഥർ എന്താണ് പറഞ്ഞത്? നമുക്കിതിൽ നോക്കാം. ഓക്കെ, ഈ ഒരു പാരഗ്രാഫിൽ ഇതിൽ പറയുന്നുണ്ട് പ്രൈവറ്റ് investment will have to be complemented by public investment to enhance competitiveness and create new market opportunities. So ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആയ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വിൽ ഹാവ് ടു ബി അക്കമ്പനീഡ് ബൈ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്. വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ ഓഥർ? ഇതിൽ ഓഥർ എന്താണ്, എന്ത് ആറ്റിറ്റ്യൂഡിലൂടെയാണ് നമ്മുടെ ഓഡിയൻസിന് ഇത് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇല്ലുസ്ട്രേറ്റീവ് ആണോ, പ്രൊസൈക്ക് ആണോ, ഇന്റർപ്രറ്റേറ്റീവ് ആണോ, വെർബോസ് ആണോ? അപ്പൊ ഇതിൽ നമുക്ക് കുറച്ചുകൂടി കൺഫ്യൂഷൻ വരാം. ഇല്ലുസ്ട്രേറ്റീവും ഇന്റർപ്രറ്റീവ് ആണ്. വെർബോസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അൺനെസസറി വേർഡ്സ് യൂസ് ചെയ്യുക, അതൊരു ടോൺ ആയിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ പ്രൊസൈക്ക് ഒരു കോമൺ ലാംഗ്വേജ് പ്രോസ് ഫോമിൽ യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇല്ലുസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ വിത്ത് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണോ ഇല്ലുസ്ട്രേറ്റീവ് ആണോ, ഇന്റർപ്രറ്റേറ്റീവ് ആണോ, അതായത് അനലിറ്റിക്കൽ അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി രീതിയിലാണോ ഓഥർ കൊണ്ടുവന്നിട്ടുള്ളത്? സോ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആയ ഇന്റർപ്രറ്റേറ്റീവ് ആണ്, അതായത് എക്സ്പ്ലനേറ്ററി രീതിയിലാണ് ഓഥർ കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ക്യാൻ ബി ഡൺ ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഹൈ വോളറ്റിലിറ്റി ഇൻ ക്യാപിറ്റൽ ഫ്ലോസ്? അപ്പം എന്താണ് ചെയ്യാൻ പറ്റുക ക്യാപിറ്റൽ ഫ്ലോസിന്റെ, അതായത് ഹൈ വോളറ്റിലിറ്റിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ഓപ്ഷൻ എയിൽ പറയുന്നുണ്ട് ഇംപ്രൂവിംഗ് ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ റൂറൽ ഏരിയാസ്. Option B, sagacious use of the opening of capital account. Option C, indiscreet use of the opening of capital account. Option D, the closing of the capital account has to be managed prudently. അപ്പം ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതില് ഇവിടെ ഉണ്ട്, അതായത് ഓപ്പണിംഗ് ഓഫ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഹാസ് ടു ബി മാനേജ്ഡ് prudently in step with domestic financial sector development to reduce the risk of high volatility in capital flows. അതിലെ ഓപ്പണിംഗ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ഹാസ് ടു ബി മാനേജ് പ്രൂഡൻലി. ഇപ്പൊ നമുക്ക് ഓപ്ഷൻസിൽ നോക്കാം. ഇതിൽ ചോദിച്ചുള്ളത്, ഇതിൽ നമുക്കറിയാം പ്രൂഡൻലി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഡിയിലുണ്ട്, പക്ഷെ ഇതിൽ ക്ലോസിംഗ് ഓഫ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. സോ ദാറ്റ്സ് നോട്ട് ദ ആൻസർ. ഇതിൽ ആൻസർ എന്ന് വെച്ചാൽ സഗേഷ്യസ് യൂസ് ഓഫ് ദ ഓപ്പണിംഗ് ഓഫ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. സഗേഷ്യസ് എന്ന് പറഞ്ഞാൽ പ്രൂഡന്റിന്റെ ഒരു സിനോണിം ആണ്, അതായത് വൈസ് ആയിട്ടുള്ള കാര്യത്തിന് വൈസ് യൂസ് ഓഫ് ദ ഓപ്പണിംഗ് ഓഫ് ദ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എസെൻഷ്യൽ ടു എൻഷുർ എ പ്രോപ്പർ ബിസിനസ് ആംബിയൻസ് ഫോർ പുവർ ഹൗസ് ഹോൾഡ്സ്? എന്താണ് എൻഷുർ ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ ബിസിനസ് ആംബിയൻസ് പുവർ ഹൗസ് ഹോൾഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? ഓപ്ഷൻ എ, regulating institutional reform. Option B, regulating foreign investment. Option C, streamlining the unskilled labor force. Option D, decontrolling institutional reform. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് പ്രോപ്പർ ബിസിനസ് ആംബിയൻസ് ഫോർ പുവർ ഹൗസ് ഹോൾഡ്സ്. ഇവിടെ ഉണ്ട്. ഇവിടെ ആൻസർ ക്രിയേറ്റിംഗ് എ സൗണ്ട് ബിസിനസ്
environment for poor households and small firms may also involve deregulation and complementary institutional reform. അപ്പം ഒരു പുവർ ഹൗസ് ഹോൾഡിന് ബിസിനസ് എൻവയോൺമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡീറെഗുലേഷനും അതുപോലെ കോംപ്ലിമെന്ററി ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഫോം. അപ്പൊ അതിന് മാച്ച് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്താ നോക്കാം. ഇതിൽ ഓപ്ഷൻ ഡി ആയ ഡീകൺട്രോളിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഫോം. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Next question. According to the author, why is it crucial to ensure that there is no bureaucratic harassment for micro enterprises? So options, option A, so that micro enterprises can expand into the foreign market. Option B, so that micro enterprises can shrink into the foreign market. Option C, so that micro enterprises can dominate the market. Option D, so that micro enterprises can productively function in the market. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ എന്താണ് ക്രൂഷ്യൽ എന്ന് പറയുന്നത്? വൈ ഇസ് ഇറ്റ് ക്രൂഷ്യൽ ടു എൻഷുർ ദാറ്റ് ദർ ഇസ് നോ ബ്യൂറോക്രാറ്റിക് ഹരാസ്മെന്റ് ഫോർ മൈക്രോ എന്റർപ്രൈസസ്? അത് ഹരാസ്മെന്റ് അത് വേണ്ടാന്ന് കാണിക്കാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്നാണ് ഓതർ ഉദ്ദേശിക്കുന്നത്. എവിടെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതില് ഈ സെന്റൻസ് വായിച്ചു നോക്കാം. സ്പെഷ്യൽ മെഷേഴ്സ് ആർ ഫ്രീക്വന്റ്ലി എസെൻഷ്യൽ ടു എൻഷുർ ദാറ്റ് micro enterprises and small businesses which are often particularly vulnerable to, നമ്മൾ ഈ കീവേഡ്സ് ഒക്കെ ആലോചിച്ച് നോക്കാം. മൈക്രോ എന്റർപ്രൈസസ്, സ്മോൾ ബിസിനസ്സസ്, വൾണറബിൾ ടു bureaucratic harassment and the buying of privilege by the well-connected can participate effectively in markets. ഇതിലെന്താ പറയുന്നത്? ഇതിൽ പറയുന്ന മൈക്രോ എന്റർപ്രൈസസ് എസെൻഷ്യൽ സ്പെഷ്യൽ മെഷേഴ്സ് അതിന് ആവശ്യമുണ്ട്. സ്മോൾ ബിസിനസ് എന്തിനു വേണ്ടിയിട്ട്? ആൻഡ് ടു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇഫക്റ്റീവ്ലി മാർക്കറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ മെഷേഴ്സ് ആവശ്യമുണ്ട്. ഇതിൽ ഓൾറെഡി പറയുന്നുണ്ട് ബ്യൂറോക്രാറ്റിക് ഹറാസ്മെന്റുമായിട്ടൊക്കെ കുറച്ച് വൾണറബിൾ ആണ് ഈ മൈക്രോ എന്റർപ്രൈസസ്. ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആയ സോ ദാറ്റ് മൈക്രോ എന്റർപ്രൈസസ് ക്യാൻ പ്രൊഡക്റ്റീവ്ലി ഫങ്ഷൻ ഇൻ ദ മാർക്കറ്റ്. സോ ദാറ്റ്സ് ഓൾ. ഇന്ന് നമ്മൾ 2 പാസേജസ് നോക്കി, അല്ലാതെ കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് നോക്കി. നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ പാറ്റേൺ ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പാസേജസ് ഒന്നും ഒറ്റയടിക്ക് വായിച്ച് മനസ്സിലാവില്ല. നമ്മൾ ആദ്യം നല്ലപോലെ വായിക്കുക. എത്ര വട്ടം നിങ്ങൾക്ക് മനസ്സിലാവേണ്ട 1, 2, 3 വട്ടം വായിക്കുക. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുക. എന്നിട്ട് കീവേഡ് തപ്പിയിട്ട് അതിൽ പോയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യാൻ നോക്കുക. നമ്മൾ യു ഹാവ് ടു കീപ് പ്രാക്ടീസിങ്. നമ്മൾ എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ എക്സാം റിലേറ്റഡ് കോണ്ടന്റ്സ് കിട്ടുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ UG+ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ അമർത്തുക. സോ വിൽ ഗെറ്റ് നോട്ടിഫിക്കേഷൻസ് ഓൺ ടൈം. ആൻഡ് നിങ്ങൾക്ക് Prepwise UG+ന്റെ കൂടുതൽ ഗൈഡൻസും കോച്ചിങ്ങും കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യും. ഓർ എൽസ് യു ക്യാൻ കോൺടാക്ട് ആൻഡ് നോ മോർ അബൌട്ട് ദ കോച്ചിങ്. അപ്പം നമുക്കറിയാം Prepwise UG+, കേരളാസ് No.1 കോച്ചിങ് ഫോർ CUET PG, IIT JAM, TISSNET, CMAT. സോ നിങ്ങൾ മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പം നിങ്ങൾ ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ, നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും Prepwise UG+നെ കോൺടാക്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിൽ മീറ്റ് യു ഓൾ ഇൻ അനദർ സെഷൻ. സോ ബൈ.